ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ബോട്ടിലാട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ കുപ്പിയാണ് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഹാൻഡ് വാഷ് ഇതുപോലെ മേടിച്ച് അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ അതിൽ തന്നെ റീഫില്ല് ചെയ്ത് വെക്കുന്നതിലും എനിക്ക് തോന്നി ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് റീഫില്ല് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി ക്യൂട്ടാവുന്നു. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് ജസ്റ്റ് തുടങ്ങിയതാണ്. നമ്മുടെ ചുമരിലൊക്കെ അടിക്കുന്ന പ്രൈമർ ഉണ്ടല്ലോ, വാൾ പ്രൈമർ, അതാണ് ഞാൻ ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ 2 കോട്ടിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ ഞാൻ ഒറ്റ കോട്ടിങ്ങിൻ്റെതേ കാണിക്കുന്നുള്ളൂ. ആദ്യത്തെ കോട്ടിങ് ഉണങ്ങി, രണ്ടാമത്തെ കോട്ടിങ്ങും സ്പോഞ്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കോട്ടിങ്ങാണ് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മേലേന്ന് താഴേക്ക് ഒരു 3/4 പോർഷൻസും ഞാൻ വൈറ്റ് കളർ തന്നെ ബ്രഷ് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് ഞാനൊരു റെഡിഷ് ഓറഞ്ച്, ഭയങ്കര ഡാർക്ക് ഓറഞ്ച്, റെഡായിട്ട് തന്നെ തോന്നുന്ന ടൈപ്പിലൊരു ഓറഞ്ച് കൊടുത്തിട്ടുള്ളത്. താഴെ ബാലൻസ് ഉള്ള ഒരു 1/4 പോർഷൻ ഞാൻ ആ കളർ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് വൈറ്റ് കളറും സെയിം ഓറഞ്ച് കളറും എടുത്തിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് 5 പെറ്റലുള്ള ഒരു ഫ്ലവർ വരച്ചെടുക്കണം. അങ്ങനെ ആ ഒരു വൈറ്റും ഓറഞ്ചും കൂടി വരുന്ന ആ ഒരു ബോർഡറിൽ ഞാൻ ഫുൾ ചുറ്റുഭാഗവും, ബോട്ടിലിൻ്റെ ചുറ്റുഭാഗവും ഫിംഗേഴ്സ് വെച്ചിട്ട് ആ ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആർക്കും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒന്നും അറിയാത്തവർക്ക് വരെയും വരയ്ക്കാൻ പറ്റുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ്ങാണത്, ഫിംഗേഴ്സ് വെച്ചിട്ട്. പിന്നെ ആ ബ്രഷിൻ്റെ തന്നെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഓറഞ്ച് വെച്ചിട്ട് വൈറ്റിൽ നിറയെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ താഴെ ഓറഞ്ചിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ആ ഒരു ഓറഞ്ച് തന്നെ വെച്ചിട്ട് ഒരു ഡോട്ട് പോലെ ഇങ്ങനെ കുറച്ച് വലിയ ഡോട്ട് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വലിയ ഭംഗി തോന്നണില്ല, പക്ഷേ ഇതിൻ്റെ മേലെ നമുക്ക് വേറൊരു പരിപാടിയും കൂടി ചെയ്യേണ്ടത്. അപ്പോൾ അത് ഭംഗിയായി വന്നോളും. അങ്ങനെ അതിൻ്റെ പുതിയ ബ്രഷിൻ്റെ സെറ്റാണ് കേട്ടോ ഇത്. ആ സെറ്റിൽ നിന്ന് 2 പോയിൻറ്റിലുള്ള പോയിൻറ്റ് ബ്രഷും അതുപോലെ ഗോൾഡൻ കളർ പെയിൻറ്റും എടുത്തിട്ടാണ് അടുത്ത പരിപാടി. ആദ്യം ചെയ്ത ലെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാൻ. അങ്ങനെ ഞാനിത് ആ ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മുടെ വൈറ്റ് ചെയ്ത ഭാഗത്ത് വരുന്ന ആ ഫ്ലവറിൻ്റെ വൈറ്റിൽ വരുന്ന ഭാഗത്ത് മാത്രം ബോർഡറിൽ ഒരു ഗോൾഡൻ ബോർഡർ കൊടുക്കുകയാണ്. ആ ഓറഞ്ചിൻ്റെ ഷെയ്ഡിലേക്ക് ഞാൻ ആ ബോർഡർ കൊടുക്കുന്നില്ല. വൈറ്റ് വരുന്ന പോർഷനിൽ മാത്രം ഗോൾഡൻ ബോർഡർ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് ഒരു വലിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ, അവിടെയും ഈ ഗോൾഡൻ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ആ ഓറഞ്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ പോർഷനിലും ഗോൾഡൻ്റെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ക്ലാസിക് ലുക്കുള്ളൊരു ബോട്ടിലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത് തുടങ്ങുമ്പോൾ പോലും ഇത് ഇത്ര ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തപ്പോഴും ഭയങ്കര ഇഷ്ടമായി എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ശേഷം ഞാനൊരു കോട്ട് വാർണിഷ് അതിന് കൊടുത്തിട്ടുണ്ട്. വാർണിഷ് കൊടുത്ത് തുടങ്ങിയപ്പോൾ നല്ല ഗ്ലേസിങ്ങും കൂടി ആക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.